ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ സേമിയ പായസ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. നമ്മളിവിടെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ അധികം കത്തരുത്. അടുപ്പുമ്മലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം തീ കത്തരുത്. പതുക്കെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കും വേണം. അതുപോലെ കരിയാണ്ടും ശ്രദ്ധിക്കണം. ഈ പഞ്ചസാരയിലോട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പതിയെ പതിയെ അത് മെൽറ്റായിട്ട് വന്നോളും. മെൽറ്റാവുമ്പോൾ ആ കളറ് മാറും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക തന്നെ വേണം. പഞ്ചസാര കാരമലായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ നല്ല പത പോലെ വരും. കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. അതിലോട്ട് പിന്നെ പാലും ചേർത്തിട്ട് കുറച്ചേശ്ശെ പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. കുറച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടാവും. എന്താ വെച്ചാൽ അടിയിൽ നമ്മളെ കാരമലൊക്കെ ഒന്ന് കട്ട പിടിക്കും. പക്ഷെ നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിലേക്ക് മിക്സ് ആവും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ കട്ടകളൊക്കെ അതിൽ നിന്ന് ഇളക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പാലിലോട്ട് സേമിയ ഇടുക. നമ്മൾ വറുത്ത സേമിയാണ് മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വറുക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. പായസം ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ അടുപ്പിലൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് നെയ്യിലാണ് വറുത്തെടുക്കുന്നത്.
അപ്പോൾ അതും നമുക്ക് ചെയ്ത് നോക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് പായസം ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയിൽ ഏലക്ക പൊടിച്ച പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് അതുപോലെ കുറച്ച് നെയ്യും ചേർത്തിട്ട് ഇളക്കുകയാണ്. അപ്പോൾ അടിപൊളി കാരമൽ പായസം ഇങ്ങനെ, സേമിയ പായസം ഇങ്ങനെ ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.